ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ഇന്നു മുതൽ 8 നോമ്പ് ആരംഭിക്കുകയാണ്. 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് നാം 8 നോമ്പ് ആചരിക്കേണ്ടത്. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും സൂചിപ്പിക്കുന്ന ഒന്നാണ് ഈ നോമ്പ് ദിനങ്ങൾ. രക്ഷകന്റെ അമ്മയായും സഭയുടെ അമ്മയായും നിത്യകന്യകയായും ദൈവം മറിയത്തെ നിയോഗിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും ഈ ദിവസങ്ങളിലെല്ലാം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. ധാരാളം ജപമാലകൾ ചൊല്ലണം. അഗ്നിചൂളയിൽ ഇറങ്ങി നിൽക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോ നമുക്ക് തന്നിട്ട് പോയ അമ്മയെ നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ സ്വീകരിക്കാം. കാനായിലെ പ്രതിസന്ധിയിൽ മാത്രമല്ല പ്രിയമുള്ളവരെ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകുന്നത്. നമ്മുടെ നീറിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ലഭിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാനത് ധാരാളം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റുള്ളവരല്ല, നമ്മൾ തന്നെയാണ് പ്രശ്നക്കാരെന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാം. ഈ 8 നോമ്പിൽ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം യാചിക്കും. ഈ 1-ാം ദിവസത്തിൽ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഈ 8 നോമ്പിൽ എല്ലാവർക്കു വേണ്ടിയും അമ്മ മാധ്യസ്ഥം വഹിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആവേ മരിയ.